മോഹൻലാലിന്റെ തുടരും എന്ന പടം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു സർപ്രൈസ് പോസ്റ്റർ നമുക്ക് തന്നുകൊണ്ട് അവരൊന്ന് ഞെട്ടിപ്പിച്ചത്. നമ്മൾ കാണാൻ കാത്തിരുന്ന ഏറ്റവും മികച്ച ഒരു കോംബോ. ശോഭനയും മോഹൻലാലും ഒരുമിച്ചെത്തിയപ്പോൾ ആ പഴയ നൊസ്റ്റാൾജിക് ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. നാടോടിക്കാറ്റിലെ ആ ഓർമ്മിപ്പിക്കുന്ന രംഗം തന്നെയായിരുന്നു അവർ പുനഃസൃഷ്ടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വലിയ ഓളം തന്നെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ. ഈ ചിത്രത്തിന് ഇതിലും വലിയൊരു പ്രൊമോഷൻ ആവശ്യമില്ല എന്നാണ് പല പ്രേക്ഷകരും പറയുന്നത്. അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുമ്പോൾ തൊട്ടു പിന്നാലെ എത്തിയത് ആ കോംബോയിലുള്ള മറ്റൊരു ചിത്രമായിരുന്നു. ഈ ചിത്രങ്ങൾ മാത്രം കാണിച്ചാൽ മതി, ഈ ചിത്രത്തിന് മറ്റ് പ്രൊമോഷനുകളൊന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നത്. മലയാളികളുടെ എക്കാലത്തെയും എവർഗ്രീൻ പ്രണയ ജോഡികളാണ് മോഹൻലാലും ശോഭനയും. ഈ ഹിറ്റ് കോംബോയിൽ ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ഇരുവരും ചേർന്ന് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു സിനിമ ആസ്വാദകൻ പെട്ടെന്ന് ഒന്നും മറക്കാൻ സാധ്യതയില്ലാത്ത കഥാപാത്രങ്ങളാണ് നാടോടിക്കാറ്റിലെ ദാസനും രാധയും. 1997 റിലീസ് ചെയ്ത നാടോടിക്കാറ്റ് സിനിമയിലെ ഗാനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ഈ ചിത്രത്തിന് ശേഷം നിരവധി സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് വേഷമിട്ടിട്ടുണ്ടെങ്കിൽ പോലും നാടോടിക്കാറ്റ് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ചലച്ചിത്രാനുഭവമാണ്. നീണ്ട 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ ഹിറ്റ് കോംബോ വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്താൻ ഒരുങ്ങുകയാണ് തരുൺമൂർത്തി ചിത്രം തുടരും എന്ന സിനിമയിലൂടെ. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ തുടരും ചിത്രത്തിലെ പുതിയ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയിരുന്നു. കാരണം നാടോടിക്കാറ്റിലെ ആ ഗാനത്തിലെ രംഗവുമായുള്ള സാമ്യവും മലയാള സിനിമയിലെ എക്കാലത്തെയും എവർഗ്രീൻ ചിത്രമായ നാടോടിക്കാറ്റിനെ ഓർമ്മിപ്പിക്കും വിധമുള്ള പോസ്റ്ററാണ് അവർ ഒരുക്കി വെച്ചതും. അത് അതുപോലെ തന്നെ ചർച്ചയാകുകയും ചെയ്തു. പ്രൊമോഷൻ കണ്ടന്റ് അവർ ഒരുക്കി വെച്ചത് ഗംഭീര രീതിയിൽ തന്നെ എന്ന് പറയുന്നു. പിന്നീട് ഒരു പുതിയ ചിത്രം കൂടി ലൊക്കേഷനിൽ നിന്നും ഇന്നെത്തിയിരിക്കുകയാണ്. ഇത് വന്നപ്പോൾ മുതൽ അവർ തന്നെ പറയുന്നു, വേറെ പ്രൊമോഷന്റെ ആവശ്യമേ ഇല്ല, ഇവരുടെ കോമ്പിനേഷനിലുള്ള ചിത്രങ്ങൾ മാത്രം പുറത്തിറക്കിയാൽ മതിയെന്ന്. നാടോടിക്കാറ്റിലെ വൈശാഖ സന്ധ്യ എന്ന ഗാനത്തിന് ദാസനും രാധയും ചായ കുടിക്കാനായി ഒരു ഉന്തുവണ്ടി കടയിൽ നിൽക്കുന്നുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കും വിധമാണ് തുടരും എന്ന ചിത്രത്തിലെ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചത്. 37 വർഷങ്ങൾക്ക് മുൻപും മലയാളികളെ പ്രണയത്തിലാഴ്ത്തിയ ദാസനും രാധയും കാലങ്ങൾക്കിപ്പുറം തുടരും എന്ന സിനിമയിലൂടെ ഒന്നിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ പറയുന്നത്. നാടോടിക്കാറ്റിലെയും തുടരും എന്ന സിനിമയിലെയും പോസ്റ്റുകൾ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ചില കഥകൾ തുടരാനുള്ളതാണ് എന്ന വാചകത്തോടെയാണ് അണിയറ പ്രവർത്തകർ പോസ്റ്റർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. അത് തുടരും എന്ന രീതിയിൽ തന്നെയാണ് പുതിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. എന്തായാലും വീണ്ടും മോഹൻലാൽ ശോഭന കോംബോ ബിഗ് സ്ക്രീനിൽ കാണാനാകുന്നതിന്റെ ത്രില്ലിലാണ് പ്രേക്ഷകർ. ഇവരുടെ കോമ്പിനേഷനൊപ്പം തന്നെ ഈ ചിത്രം ഒരു ഗംഭീര ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. നമ്മൾ മോഹൻലാൽ ഫാൻസ് ആയത് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളിലെ വൈവിധ്യം കൊണ്ടുകൂടിയാണ്. കിരീടം, നാടോടിക്കാറ്റ്, വരവേൽപ്പ്, ബാലഗോപാലൻ, MA, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഉള്ളടക്കം പോലെ മോഹൻലാൽ ഒരു സാധാരണക്കാരനായി വന്ന ഏതൊരു സിനിമയുടെയും പുതിയ കാല സ്വഭാവം തുടരും എന്ന ചിത്രത്തിനും കാണും. അത് സ്വാഭാവികമാണ്. അവർ പറഞ്ഞ കഥകളോ കഥാപാത്രങ്ങളോ അല്ല, ഒരു സാധാരണ മനുഷ്യനെ ഈ സംവിധായകൻ എങ്ങനെ കൈകാര്യം ചെയ്തോ അതിന്റെ പുതിയ കാലത്തെ ആൾ എന്ന നിലയ്ക്കാണ് തരുൺ നിൽക്കുന്നത്. ഒരു മുണ്ടുമടക്കി അടി പടമല്ല, എന്നാൽ സ്വാഭാവികമായി ഒരു മനുഷ്യൻ കടന്നുപോകുന്ന പ്രശ്നങ്ങളാണ് മോഹൻലാൽ കഥാപാത്രത്തിനും. അങ്ങനെ ഇപ്പോൾ പറയാനാകും. എല്ലാത്തരം മോഹൻലാൽ ആരാധകരെയും തൃപ്തിപ്പെടുത്തും. ഏത് സാധാരണക്കാരനും ഇഷ്ടമാകുന്ന പരിചയം തോന്നുന്ന കഥയും കഥാപാത്രവും അങ്ങനെ തന്നെ തുടരും പ്രേക്ഷകരിൽ എത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഷൺമുഖം എന്നാണ് സിനിമയിൽ മോഹൻലാലിന്റെ പേര്. ഇതൊരു ചെറിയ സിനിമയാണെന്ന് പറയുന്നില്ല. 90കളിൽ കണ്ടിട്ടുള്ള ഒരു മോഹൻലാലുണ്ട്. കമൽ, സത്യനന്ദിക്കാട് സിനിമകളിൽ കണ്ടിരുന്നത് പോലെ സാധാരണക്കാരനായ മോഹൻലാലാണ് ചിത്രത്തിലും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചിരിയും പ്രസരിപ്പുമുള്ള വിന്റേജ് മോഹൻലാൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മോഹൻലാൽ ഇങ്ങനെയൊരു കഥാപാത്രമാകുന്നത്. ക്യാമറയ്ക്ക് പുറത്തും വളരെ സാധാരണക്കാരനാണ് അദ്ദേഹം. ആ സാധാരണത്വം കഥാപാത്രത്തിനുമുണ്ട്. ആ സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന ടാക്സി ഓടിക്കുന്ന ഒരു മനുഷ്യൻ, ആ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്.